ഇതിൽ ഞാൻ പറയാൻ കുറ്റബോധം കൊണ്ടുണ്ടല്ലോ നിങ്ങളെ മരിച്ച കണ്ണടയില്ല കണ്ണിങ്ങനെ പോകും ഈ ക്യാമറ കണ്ടു ഒരു മനുഷ്യൻ്റെ ഒരു കുടുംബത്തെയും ഒരു മുഖ്യമന്ത്രിയെയും ഇങ്ങനെ എന്ത് അസുഖം ഇങ്ങനെ പറഞ്ഞു ഇതേ മനസ്സിലായി എൻ്റെ നാട്ടിലുള്ള ഒരു കർഷക തൊഴിലാളി കുഞ്ഞിക്കടകാരനുണ്ട് ചൈനയിൽ പോയി വന്നിട്ട് അടുത്ത കാലത്താണ് വന്നത് ഇപ്പം എത്ര കുഞ്ഞിക്കടകാരന്മാർ ചൈനയിൽ പോന്നിട്ട് അറിയുന്നത് ഇപ്പോൾ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് അത്ര വലിയ കാശ് വേണം മാത്രമല്ല 92,000 രൂപ പെർ മന്ത് വരുവാനുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എവിടുന്നാ കാശ് എന്ന് ചോദിക്കുന്നത് എന്തർത്ഥം അദ്ദേഹത്തിൻ്റെ ടി എം കൂട്ടിയാൽ എന്താ 1.25 ലക്ഷം രൂപ എന്തായാലും ഉണ്ടാവും മുഖ്യമന്ത്രിക്ക് ഉണ്ടാവില്ല പിന്നെ അദ്ദേഹം നടത്തിയ യാത്രകളെ പറ്റിയിട്ടൊന്നും എന്നെ കൊണ്ട് പറയുന്നത് ഏറ്റവും നല്ലത് ആരെയും നിളക്കിയ പശുവിനെ പോലെയും കുട്ടികളെ പോലെ എന്നാണ് സുധാകരൻ പറഞ്ഞത് ആ കടന്ന വാക്കിനൊക്കെ മറുപടി ഇല്ലാത്ത അദ്ദേഹം കുറേ യാത്ര നടത്തിയിട്ടുണ്ട് ആ യാത്രേൻ്റെ അനുഭവം വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് സംശയം കുടിക്കുന്നത് ഇത് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം പറഞ്ഞതിന് പകരം സുധാകരൻ്റെ അംഗീകാരം പറഞ്ഞിട്ടുണ്ട് ഉണ്ടോ പാർട്ടിൻ്റെ അംഗീകാരം ബാക്കി ഇതിന് പുറമെ സുധാകരൻ്റെ അംഗീകാരം പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്തുകൊണ്ട് ഒരു സ്വകാര്യ സന്ദർശനം നടത്തുന്നു അതിന് വേറെ ആരുടെയെങ്കിലും അംഗീകാരം പോകണം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത് അപ്പം പിന്നെ അടുത്ത യോഗ്യം വരും ഏത് ഹോട്ടലാണോ ഡബിൾ റൂമാണോ അല്ല സിംഗിൾ റൂമാണോ ഇവരൊക്കെ ഒന്നായിട്ടാണോ താമസിച്ച് ഇതിനൊക്കെ മറുപടി പറയാൻ ആരെയാണ് കിട്ടുകയെന്ന് ഇത്ര പരിഹാസ്യമായിട്ടുള്ള കാര്യത്തിൻ്റെ കൂടെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പോകരുത് ഇവിടെ വെച്ചങ്ങ് അവസാനിക്കും ഒരു പരിഷ്കാരം കൊണ്ടുവരുന്ന മന്ത്രി അത് കടാക്ഷമന്ത്രിയാണ് അതിന് യഥാർത്ഥ നവീകരണം വേണം നവീകരണം വേണം എന്ന് ഗവൺമെൻറ്റിന് തോന്നിയാൽ നവീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക ഒരു കോൺസെൻസസ് ഉണ്ടാകും ബന്ധപ്പെട്ട ആൾക്കാരുമായി ചർച്ച നടത്തണം അതിൽ മാതൃകാപരമായൊരു സമീപനവും ബഹുമാനപ്പെട്ട മന്ത്രി കാട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു മന്ത്രിയാണ് അപ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും ബസ്സുകൾ പറ്റിയാൽ തിരുത്തുന്നതിനും അദ്ദേഹം തയ്യാറാവും പ്രത്യേകിച്ച് ഉത്തരവാദപ്പെട്ട സംഘടനകളെയും വ്യക്തികളെയും വിളിച്ചു ചേർത്ത് ഒരു ചർച്ച നടത്തി ധാരണയിലെത്തുന്നതായിരിക്കും ചർച്ച നടത്തണം അത് ഏകപക്ഷീയമായി ആർബിട്രറി അടിച്ചേൽപ്പിക്കാൻ പാടില്ല